നമസ്കാരം. നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് 2 ബെഡ്റൂമുള്ള ഒരു വീടിൻ്റെ ദൃശ്യങ്ങളാണ്. അപ്പം ഇതിൻ്റെ എലിവേഷനാണ് ഇതിൻ്റെ അവസാനം കൊടുക്കുന്നുണ്ട്. നമുക്ക് ഈ വീട് വരുന്നത് 1600 സ്ക്വയർ ഫീറ്റാണ് ഈ വീട് ഏകദേശം വരുന്നത്. പിന്നെ നമുക്കിത് ഏകദേശം ഒരു 8-8.5 സെൻറ്റിൽ നിർമ്മിക്കാൻ പറ്റുന്ന ഒരു വീടാണ്. പിന്നെ നമുക്കിതിൻ്റെ പ്ലാനിലോട്ടൊന്ന് കിടക്കാം. ഇതിൻ്റെ പ്ലാനിൽ നമ്മളായി തന്നെ വരുന്നത് സിറ്റ് ഔട്ടാണ്. സിറ്റ് ഔട്ട് 250-300 സൈസാണ് സിറ്റ് ഔട്ട് വരുന്നത്. സിറ്റ് ഔട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ ലിവിങ് റൂമൊക്കെയാണ് വരുന്നത്. ലിവിങ് റൂം 400-400 സൈസാണ് ലിവിങ് റൂം വരുന്നത്. അത്യാവശ്യം സ്പേസ് ആയിട്ടുള്ളൊരു ലിവിങ് റൂമാണ് വരുന്നത്. പിന്നെ നമ്മൾ സിറ്റ് ഔട്ടിൽ നിന്ന് ഒരു പ്രൈവസി കിട്ടുന്ന രീതിയിലാണ്, ലിവിങ് റൂമൊക്കെ ഒരു പ്രൈവസി കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ഇതിൻ്റെ ഒരു പാത്ത് ക്രിയേറ്റ് ചെയ്തിരിക്കണേ. ലിവിങ് റൂമിൻ്റെ ഉള്ളിൽ കൂടെ അല്ലാത്ത സൈഡിൽ കൂടെയാണ് ഇതിൻ്റെ പാത്ത്, ഡൈനിങ് ഹാൾക്കുള്ള പാത്ത് വരുന്നത്. അപ്പം ഇതൊരു ഒന്നും കൂടി യൂസ്ഫുൾ ആയൊരു സ്പേസായി മാറാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ ലിവിങ് റൂമിൽ 2 വിൻഡോ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വെളിച്ചത്തിൻ്റെ പ്രോബ്ലം ലിവിങ് റൂമൊക്കെ വരില്ല. പിന്നെ വരുന്നത് ഡൈനിങ് ഹാളാണ്. ഡൈനിങ് ഹാള് 400-558 സൈസാണ് ഡൈനിങ് ഹാൾ വരുന്നത്. നമ്മൾ ഏകദേശം ഒരു 6 സീറ്റിനുള്ള ഒരു ഡൈനിങ് ടേബിളാണ് നമ്മൾ ഈ ഡൈനിങ് ഹാളിൽ അറേഞ്ച്മെൻറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ വരുന്നത് ഒരു ഓഫീസ് ഏരിയയാണ്. ഇതിന് ഒരു നമുക്കൊക്കെ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ സൈസ് വരുന്നത് 227-250 ആണ് ഇതിൻ്റെ സൈസ് വരുന്നത്. പിന്നെ വരുന്നത് ഇതിൽ ഒരു സ്റ്റെയറാണ് വരുന്നത്. സ്റ്റെയർ നമ്മൾ ഈ വീട് സിംഗിൾ ഫ്ലോർ ആയിട്ടുള്ള വീടാണ്. അപ്പം ഇതിൻ്റെ ടെറസൊക്കെയുള്ള സ്റ്റെയറാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ സ്റ്റെയറിൻ്റെ ഇവിടെ തന്നെ നമുക്കൊരു വിൻഡോ കൊടുക്കാം. വിൻഡോ കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഡൈനിങ് ഹാൾക്കൊരു വെളിച്ചം കയറുന്ന രീതിയിലാണ് വരിക. പിന്നെ നമുക്ക് ഇവിടെ തന്നെ ഒരു കോർട്ട്യാർഡും സെറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കോർട്ട്യാർഡിൻ്റെ ഉള്ളിൽ കൂടി നമുക്ക് ഈ ഡൈനിങ് ഹാൾക്ക് വെളിച്ചം കിടക്കും. അപ്പം ഡൈനിങ് ഹാളിൽ നമുക്ക് വെളിച്ചത്തിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടാവാൻ സാധ്യതയില്ല. പിന്നെ ഇതിൽ 2 ബെഡ്റൂമാണ് വരുന്നത്. അതിൽ ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് 360 സൈസാണ് വരുന്നത്. പിന്നെ ഒരു കോമൺ ബാത്റൂം ഉണ്ട്. കോമൺ ബാത്റൂം 267-157 സൈസാണ് കോമൺ ബാത്റൂമിൻ്റെ സൈസ് വരുന്നത്. പിന്നെ നമ്മൾ ബാത്റൂമുള്ള ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് 360-400 സൈസാണ്. ഇതാണ് ഇതിൻ്റെ മാസ്റ്റർ ബെഡ്റൂം. അത്യാവശ്യം സ്പേസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് വരുന്നത്. ഇതിൻ്റെ ബാത്റൂം വരുന്നത് 200-150 സൈസാണ് ഇതിൻ്റെ ബാത്റൂം വരുന്നത്. പിന്നെ ഒരു വാഷ് ഏരിയയും ഒരു പൗഡർ ഏരിയയും കൊടുത്തിരിക്കുന്നു നമ്മൾ ഈ ബെഡ്റൂമിൽ തന്നെ. പിന്നെ വരുന്നത് ഒരു കിച്ചണും ഒരു വർക്ക് ഏരിയ വരുന്നത്. കിച്ചണ് 360-360 സൈസാണ് കിച്ചൺ വരുന്നത്. വർക്ക് ഏരിയ വരുന്നത് 360-250 സൈസാണ് വർക്ക് ഏരിയ വരുന്നത്. നമ്മൾ ഇത് ഏകദേശം വരുന്നത് 1600 സ്ക്വയർ ഫീറ്റാണ് ഇത് മൊത്തമായിട്ട് വരുന്നത്. പിന്നെ എല്ലാവരും നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് കൺസ്ട്രക്ഷൻ റിലേറ്റഡ് ചെയ്തുകൊണ്ടുള്ള വീഡിയോസാണ് നമ്മൾ ചെയ്യൽ. അപ്പോൾ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് അടിക്കുക.